വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു. എന്നാലും അതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. ധന്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് പറയാനൊന്നും ഞാൻ പോകുന്നില്ല. ധന്യയെക്കുറിച്ച് അറിയുന്നവർക്കാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അറിയുന്നവരാണ് ധന്യയെക്കുറിച്ച് പലതും പറയുന്നത്. അറിയുന്നവരാണ് ഇതറിയേണ്ടത്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായും മുഴുവനായി കാണുക. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. സാധാരണ നമ്മൾ സങ്കടപ്പെടുത്തുന്ന വാർത്തകളുമായിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്താറ്. പക്ഷേ ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള യാത്ര മനുഷ്യർക്കൊപ്പം തുടങ്ങിയ മുതൽ പാലക്കാടുള്ള AP-കാരിയായ ധന്യ തിരക്കിലാണ്. ഇത് പാലക്കാടുള്ള ധന്യയെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയിക്കാനല്ല, ധന്യയെ അറിയുന്നവർക്ക് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. എന്നുവെച്ചാൽ ഒരു ഹിന്ദുവായ ഈ ഒരു യുവതി AP-കാരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും കുത്തുവാക്കുകളും ഒരുപാട് കേട്ടതാണ്. ധന്യ AP-കാരെ പിന്തുടരാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി, നമുക്കറിയാവുന്നതാണ്. ഞാൻ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു ഹിന്ദുമത വിശ്വാസിയാണ് ധന്യ. ധന്യയുടെ പ്രത്യേകത ഇത് തന്നെയാണ്. സ്വന്തം മതത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന ഈ ഒരു മതത്തെ പഠിക്കാൻ താല്പര്യം കാണിച്ചത്. അത് തന്നെയാണ് ധന്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ധന്യ പാലക്കാടുകാരിയാണ്, ഹിന്ദുമത വിശ്വാസിയാണ്. ഒക്കെ ആയിട്ട് തന്നെ ധന്യ എങ്ങനെ ഒരു AP-കാരിയായി? അത് അവർ തന്നെ പറഞ്ഞതാണ്, ഞാനൊരു AP-കാരിയാണെന്ന്. ചോദിച്ചപ്പോൾ പറഞ്ഞത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെയും അനുയായികളുടെയും ആ ഒരു പ്രവർത്തനവും ആ ഒരു സമീപനവും കണ്ടാണ് ധന്യ AP-കാരെ ഹൃദയത്തിലേറ്റിയത്. AP-കാരെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ധന്യ അവരുടെ മതത്തെയും പഠിക്കാൻ താല്പര്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുമത വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ആ കുട്ടി നേരിട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം ധന്യ ഈ ലോകം അറിയുമെന്ന്. അത് ഇന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാക്ഷാത്കരിച്ചിട്ടാണുള്ളത്. ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാനും ഉള്ളത്. കുറെ കാലമായിട്ടുള്ള സ്വപ്നമായിരുന്നു. ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു ധന്യ. പാവങ്ങളെ സഹായിക്കാനുള്ള നല്ലൊരു മനസ്സുള്ള കുട്ടിയായിരുന്നു. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അത് അവൾക്ക് കഴിവുള്ളത് കൊണ്ടല്ല, അവളെ കൊണ്ട് കഴിയുന്ന വിധം അവൾ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ആ വീഡിയോ ഇട്ടിട്ടുമുണ്ടായിരുന്നു. അതിനും ആളുകൾ പറയും ഇത് റീച്ച് ഉണ്ടാക്കാനാണെന്ന്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും ഇത് എന്തിന് ധന്യ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന്. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവാൻ അല്ലേ? അത് തന്നെയാണ് ആ കുട്ടി ചെയ്തത്. കുറെ കാലം മുന്നേ ഉസ്താദ് അസുഖബാധിതയായി കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടായിരുന്നു ഉസ്താദിനെ ഒന്ന് കാണാൻ പോയത്. അന്ന് ഉസ്താദിനെ കാണാൻ പറ്റിയില്ല എങ്കിലും ഉസ്താദിൻ്റെ പൊരുത്തമായി ഉസ്താദ് ഒരു 500 രൂപ ഉസ്താദിൻ്റെ കൈകളാൽ കൊടുത്തിട്ടുണ്ടെന്ന് ധന്യ പറയുന്നുണ്ടായിരുന്നു. അത് കാണിച്ചു തന്നിട്ടുമുണ്ടായിരുന്നു. അത് ഇന്നും നിധി പോലെ ധന്യ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരുപാട് ഉസ്താദിനെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇസ്ലാമിൻ്റെ നിയമം അറിയുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ മുതിരാതെ തൻ്റെ മകനിലൂടെ തൻ്റെ ആഗ്രഹം സാധിക്കണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അത് ഇന്ന് സാധിച്ചിരിക്കുകയാണ്. AP-കാരെന്ന് പറയുമ്പോൾ തന്നെ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളുടെയൊക്കെ സ്നേഹമാണ് ഇന്ന് ഷെയ്ഖുന മഹാനായ AP ഉസ്താദ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം തന്ന പടച്ച റബ്ബിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. അന്ന് വിമർശിച്ചതിൻ്റെയും കല്ലെറിഞ്ഞതിൻ്റെയും ക്ഷമിച്ചതിൻ്റെയും ഒക്കെ ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പടച്ച റബ്ബ് ഉസ്താദിനെ കൊണ്ട് എല്ലാം അനുഭവിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇങ്ങനെ ഒരു മഹാൻ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയത് തന്നെ എത്ര ഭാഗ്യമാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ മക്കൾക്കും ഇത് അനുഭവിക്കാനുള്ള യോഗം നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ മഹാന്മാർക്കും പണ്ഡിതന്മാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ധന്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധന്യ ഇസ്ലാം മതത്തെ ആയത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംശയങ്ങളും തെറ്റുകളും നമ്മളെ പോലുള്ളവരെ വിളിച്ച് ചോദിക്കാറുണ്ട്. നോമ്പ് നോറ്റിട്ടുണ്ട്, ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഇപ്പോൾ ആ മകനും പഠിച്ചിട്ടുണ്ട്. പല പള്ളികളിലും സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കാരണമായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിക്കുന്നത് ഞാനൊരു AP-കാരിയാണെന്ന്.
വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ഉണ്ണിയപ്പ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു. നമ്മൾ പറയുമായിരുന്നു നിന്റെ ജീവിതത്തിൽ ഒരു നേട്ടം വരാൻ പോവുകയാണ്. ഷെയ്ഖുന AP ഉസ്താദിന്റെ പൊരുത്തമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ബർക്കത്തും അനുഗ്രഹവും ആ ഒരു വെളിച്ചവും ആ വീട്ടിലുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടതും അത് തന്നെയാണ്. അങ്ങനെ ധന്യയുടെ ആ ഒരു സ്വപ്നം തൻ്റെ നാട്ടിൽ വെച്ച് തന്നെ പൂവണിയുകയാണ്. കേരള യാത്ര മനുഷ്യർക്കൊപ്പം പാലക്കാട് ക്യാമ്പ് ചെയ്തപ്പോൾ ധന്യ തൻ്റെ മകനെയും കൊണ്ട് തൻ്റെ ഉസ്താദിനെയും കാത്തു നിൽക്കുകയാണ്. തൻ്റെ മകനെ ഒന്ന് ഉസ്താദിനെ കാണിക്കാൻ. ജനലക്ഷങ്ങളിരിക്കെ ആ ഒരു പൊന്നുമോൻ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ മകൻ ഒന്ന് കാണാനുള്ള അവസരം അവിടെ ഉണ്ടാവുകയാണ്. ആ ഒരു വേദിയിൽ ധന്യ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല ഇത്രയും വലിയൊരു വേദിയിൽ വെച്ച് തൻ്റെ മകന് കാണാനുള്ള അവസരം ലഭിക്കുമെന്ന്. ഉസ്താദ് അനുഗ്രഹിക്കുകയും പൊരുത്തത്തിനായി ഉസ്താദ് ഒരു തുക നൽകുകയും ചെയ്യുന്ന ആ ഒരു മനോഹരമായ കാഴ്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. അതുമാത്രമല്ല, ഉസ്താദിനെ കണ്ടപ്പോഴുള്ള ആ ഒരു അനുഭവം, ആ ഒരു വിശേഷങ്ങൾ തിരക്കാനും ആ സന്തോഷത്തിൽ പങ്കിടാനും ധന്യ നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ്. ഞാൻ ധന്യയെ വിളിച്ച ഒരു ഫോൺ കോളാണിത്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്? എന്ത് വിശേഷം? അങ്ങനെ പോണു. എനിക്ക് ഭയങ്കര സന്തോഷായി. വീഡിയോയില് അങ്ങനെ ഒന്ന് കണ്ടു. ഒരുപാട് ആൾക്കാർ ധന്യനെ കുറിച്ച് പറയുന്ന കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തെത്തിയ ഒരു എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് ശ്രമിച്ചതല്ലേ. എന്തായാലും മോനെ രക്ഷപ്പെടും. ഒരു മഹാന്റെ അവൻ പറയണേ ഇതാ ബദ്രി നിന്റെ എന്താണ് അവൾ അപ്പോഴത്തെ അനുഭവം എന്താണെന്ന് ചോദിച്ചോട്ടാ. അപ്പൊ പറയണത് എന്താ വെച്ചാൽ എന്റെ കണ്ണിക്കൂടെ എനിക്ക് എന്തോ ഒന്ന് പോയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയണ, ഞാനത് വേറൊരാളുടെ ഫോണിൽ കൂടി കാണുന്നത് തൊടുന്നതും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതൊക്കെ. അപ്പോഴേക്കും ഞാൻ ഒരേ കരച്ചിലായിരുന്നു. എന്നിട്ട് എനിക്കത് എനിക്ക് പറ്റണില്ല. എനിക്ക് നമ്മളറിയാണ്ട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് ബദ്രിന്റെ അടുത്ത് ഇന്നത് ഒരു വീഡിയോ ഒക്കെ ഇറങ്ങാൻ വേണ്ടിട്ടാണ്. എന്താ വെച്ചാൽ എന്താണ് നിനക്ക് അപ്പൊ ഉണ്ടായിരുന്ന ഒരു ഇത് പറഞ്ഞപ്പോ അവൻ പറയാ എനിക്ക് എന്തോ ഒന്ന് സംഭവിച്ചമാണ്. അങ്ങനെയൊക്കെ അവനും അതുപോലെ ഒരിത് കിട്ടി. വിധി ഉണ്ടെങ്കിൽ കിട്ടുന്ന അവൻ പറയുകയും ചെയ്തു. അതേപോലെ വിധി വന്നു. അതെ. ഈ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമുക്ക്. മറ്റൊന്നുമല്ല, ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ കുട്ടി. അപ്പോഴൊക്കെ നമ്മൾ പറയുമായിരുന്നു ഒരു ദിവസം ലോകം അറിയത്തക്കെ നിങ്ങൾ ഉസ്താദിനെ കാണുമെന്ന്. അത് സംഭവിക്കുക തന്നെ ചെയ്തു. മാഷാ അല്ലാഹ്. ആ ഒരു സന്തോഷമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. പടച്ച റബ്ബ് അവർക്കും ആ കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.